സോ ഗൈസ്, മറ്റൊരു സ്വിഗ്ഗി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്ത് കൊട്ടാരക്കരയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ക്ലൗഡി ആൻഡ് മൂഡി ആൻഡ് ഷെയ്ഡി ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ നമ്മുടെ ഇന്നത്തെ സ്വിഗ്ഗിയുടെ നമ്മുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:30-2 മണിയാവുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ളൊരു കിടിലൊരു ക്ലൈമറ്റാണ്. ഇന്നലെയൊക്കെ മഴയൊക്കെ സെറ്റായി നിൽക്കുന്നൊരു ക്ലൈമറ്റാണ്. ഓ താവളം ഒന്ന് എണ്ണീറ്റ് 30ൻ്റെ ഓർഡറാണ് കേട്ടോ. 10 രൂപ സർജ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് എനിക്കൊന്ന് 3 മണി വരാൻ തോന്നുന്നു. എല്ലാ ഓർഡറിനും എക്സ്ട്രാ 10 രൂപയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനാണ് സർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും താവളത്തിലോട്ട് വിടാം. കഴിച്ചപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിതാ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ എത്തി കേട്ടോ. ഈ സെക്യൂരിറ്റി ചേട്ടൻ ഭയങ്കര കോമഡിയാണ്. എന്താ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ ലൈനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ റെസ്റ്റോറൻറ്റിലെത്തി കേട്ടോ. ഐറ്റം റെഡിയാകാൻ തോന്നുന്നു. വേഗം എന്താ സാധനം പിക്കാൻ റീച്ച്ഡ് മാർക്ക് ചെയ്തു. സെൽഫി 6588 ചിക്കൻ ബിരിയാണി കേട്ടോ. അത് പൊളിച്ച് 2 ചിക്കൻ ബിരിയാണി. ഇപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഐറ്റം പിക്ക് ചെയ്യാം. അത് തന്നെ നമ്മുടെ സാധനം. ഇപ്പോൾ നമ്മൾ ഓർഡർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബോൾട്ട് ഓർഡറാണ് കേട്ടോ. അപ്പോൾ സ്വിഗ്ഗിയിൽ ഇപ്പം ചിലപ്പം കുറച്ച് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ് ഈ ബോൾട്ട് അർജൻറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗിയുടെ ഒരു പുതിയ സംവിധാനം. എല്ലാം നമുക്കിട്ട് ആപ്പ് തന്നെ എന്താ ബോൾട്ട് ആയാലും എന്ന് വെച്ചാൽ 5-10 മിനിറ്റിനകത്ത് ഓർഡർ ഡെലിവറി ചെയ്യുന്ന സംഭവം കേട്ടോ. അടിപൊളി മോനെ, പൊളിച്ചു കേട്ടോ. കിട്ടില്ല റെഡ് കളർ ജീപ്പ് കോമ്പസ്, കർണാടക രജിസ്ട്രേഷന്. അടിപൊളി കേട്ടോ, കിടില റെഡ്. ബ്രോ അതിലല്ലയോ 435 ബ്രോ. ബ്രോ കറക്റ്റല്ലേ? താങ്ക് യു. 200, 300, 150, 400, 430, 35 കറക്റ്റ്. ചില കസ്റ്റമേഴ്സൊക്കെ വളരെ നൈസാണ് കേട്ടോ. നമുക്ക് വളരെ ഹാപ്പിയാണ്. അവർ പുറത്തോട്ട് വന്ന് നിൽക്കും. അപ്പോൾ വേഗം ഓർഡർ കളക്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അവർക്ക് ഓർഡർ ചെയ്ത ഫുഡിനോട് ഉത്തരവാദിത്തമുണ്ട്. ബാക്കിയുള്ളവർക്ക് ഉത്തരവാദിത്തം ഇല്ലെന്നല്ല കേട്ടോ. ചില ആൾക്കാരൊക്കെ ഓരോ ജോലിക്ക് തിരക്കിലൊക്കെ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. അതൊന്നും സീനില്ല. എനിവേസ് വി ആർ ഹാപ്പി. അപ്പോൾ സാധനം ഡെലിവറി എടുത്തു. അടിപൊളിയായിട്ട് 30 രൂപയാണ് നമ്മുടെ ജങ്സ് പൊളിച്ച്. അപ്പോൾ നമുക്ക് തിരിച്ചെന്തായാലും ഇപ്പം 10 രൂപ സർജ് ആക്റ്റീവാണ്. 3 മണി വരെ ഉള്ളൂ. പൊളിച്ച് എൻ്റെ മോനെ ലക്ഷ്മിന്ന് കേട്ടോ. 81ൻ്റെ ഒരു ഓർഡർ 22 മിനിറ്റ് എടുക്കും ഡെലിവറി ചെയ്യാൻ. മുസ്ലിം സ്ട്രീറ്റ് അടിപൊളി. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് നീലേശ്വരത്തുനിന്ന് അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ മഴ പെയ്ത് കിടപ്പുണ്ട് കേട്ടോ. റോഡൊക്കെ നനഞ്ഞ് കിടക്കുന്നു. നല്ല തണുപ്പുണ്ട്, കിടിലൻ ക്ലൈമറ്റ്, നല്ല വൈബ്. ഐറ്റം ചിക്കൻ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ പൊളിച്ച് നല്ല കോംബോ. അപ്പോൾ വേഗം എന്തായാലും ഐറ്റം പിക്ക് ചെയ്തിട്ട് വരാം. $58.56 നമ്മുടെ കോഡ്. നമുക്കൊരു കാര്യം ചെയ്യാം. ബാർ കോഡ് അടിച്ച് സ്കാൻ ചെയ്ത് സെറ്റാക്കാം. പൊളി. ഫുൾ ന്യൂജനാട്ടോ. ഇടയ്ക്കിട എഴുകും. നമ്മൾ ചേർക്കാൻ ഫുൾ സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഏത് നിമിഷവും പെട്രോൾ തീരാം. അപ്പം നമ്മളിതാ അങ്ങനെ NH 744 കേട്ടോ. അപ്പോൾ 744 ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നേരെ കൊല്ലം റൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വണ്ടിക്ക് നല്ല മൈലേജ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി, നല്ല മൈലേജ് കോൺസ്റ്റൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയും കൂടെ ഉള്ള ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. നിങ്ങളിപ്പോൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പമ്പോ ആയിക്കോട്ടെ സ്ഥിരമായിട്ട് ഒറ്റ പമ്പിൽ നിന്ന് തന്നെ പെട്രോൾ അടിക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ടൗണിലുള്ളപ്പം പുറത്തോട്ട് പോകുമ്പോഴൊന്നും ഒരു സീനില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ അടിക്കുന്നത് നമ്മൾ കിടന്ന് കറങ്ങുന്നത്, അതായത് വണ്ടി ഓടുന്നത് നമ്മുടെ സിറ്റിക്ക് ഉള്ളിലായിരിക്കും ചില ആൾക്കാരുടെയെങ്കിലും. അപ്പം അങ്ങനെയുള്ള വണ്ടികൾ സ്ഥിരം നിങ്ങൾ ലോങ് പോകുന്നവരാണെങ്കിൽ സ്ഥിരം ഒറ്റ പമ്പിൽ നിന്ന് തന്നെ പെട്രോൾ അടിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ പെട്രോൾ പമ്പിലും ഓരോ പെട്രോളിൻ്റെ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾ പമ്പിൽ ചെല്ലുമ്പം പെട്രോളിൻ്റെ പ്രൈസിൻ്റെ സൈഡിലായിട്ട് പെട്രോളിൻ്റെ ഡെൻസിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെൻസിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഓരോ പമ്പിലും ഓരോ ഡെൻസിറ്റി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഓരോ പെട്രോളും ഓരോ റിഫൈനറിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിനെല്ലാം നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ അതിനകത്ത് ആഡ് ചെയ്യുന്ന ഡൈ, കളർ, ആ സംഭവം വ്യത്യാസം എല്ലാം ഓരോ പമ്പിൽ നിന്നും അല്ലെങ്കിൽ ഓരോ റിഫൈനറിയിൽ നിന്ന് വരുന്ന പെട്രോളുകളും ഡീസലായാലും അതിന് നല്ല രീതിക്കുള്ള ആ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ഥിരമായിട്ട് നമ്മളൊരു പമ്പിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ ആ ഒരു ഇത് പെർഫെക്ഷൻ നമ്മുടെ ആ വണ്ടിക്ക് ആ നല്ല രീതിയിൽ മൈലേജും കിട്ടും. അതായത് ആ എൻജിൻ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഈ കാണുന്നതാണ് ഇടയ്ക്കടൻ ജംഗ്ഷൻ.
ഇതും ചന്തമുക്കാണ്, ചന്തമുക്ക് ഇടയ്ക്കണം. ആ കോൺക്രീറ്റ് റോഡ് താഴോട്ട്. ആണോ? ആ ഓക്കെ ഓക്കെ, ആ ശരി ശരി. ഓ ഗൈസ്, ഇവിടെ നമ്മൾ ആൾറെഡി ഡെലിവറിക്ക് വന്നിട്ടുള്ള കേട്ടോ, നമ്മുടെ വീഡിയോയിലുണ്ട്. ആ ഇതാരത്? എന്നെ മനസ്സിലായോ? എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആണോ? ആ അത് തന്നെ, അത് തന്നെ. ഇതൊക്കെ എന്ത് സ്കൂട്ടറില വേറൊരു പേര് കൊടുത്തേക്കുന്ന, അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അമ്മയാ? ആ ഓക്കെ. എനിക്കൊരു സെക്കൻഡ്. ഗൂഗിൾ പേ ആണോ? 443. ഇന്ന് ക്ലാസ് ഇല്ലയോ? ഓ ഇന്ന് എവിടെ ആയിരുന്നു? കരുനാപ്പള്ളി. ഓ കൊല്ലത്ത്. അവിടുത്തെ അല്ലയോ? ആ അപ്പം കുഴപ്പമില്ല. ഇവിടുന്ന് കോളേജ് ബസ്സുണ്ടോ? ആ ഓക്കെ 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 ബൈ. അടിപൊളിയായിട്ട് പൊളിച്ച് 86 നമ്മുടെ ഏണിങ്സ്. അപ്പം സർജ് ഇപ്പോഴും ആക്റ്റീവാണ് കേട്ടോ. 10 രൂപ എക്സ്ട്രാ പെർ ഓർഡർ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പം വേഗം തിരിച്ച് എന്തുകൊണ്ട് വണ്ടിക്കൊരു ചാഞ്ചാട്ടം തിരിച്ച് എഴുകോണോട്ട് വിടാം. ആഹാ സെറ്റ്. 36 ലാസ്റ്റ് ഓർഡർ കേട്ടോ. സർജ് തീരുന്നതിന് മുന്നേ കറക്റ്റ് 2:57. സാധാരണ ഇങ്ങനെ ഓർഡർ അടിക്കാത്ത, സർജ് തീർന്നിട്ടേമാർ ഓർഡർ എടുത്തുള്ളൂ. നമ്മൾ എഴുകോൺ ലക്ഷ്മിയുടെ ഫ്രണ്ട്. ഫോട്ടോ എടുക്കണം. ആ ചേട്ടനൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. അപ്പോൾ 2496 കോഡ്. അപ്പോൾ വേണ്ട ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. കോഡും കൂടെ കൊടുത്തിട്ട് ഇത് ഇടയ്ക്കിട കേട്ടോ. ഇതെന്ന് തോന്നണ്ടേ ബോണസോ? ഇരിക്കട്ടെ, അതിനകത്ത് കിടക്കട്ടെ എന്തായാലും. എൻ്റെ കൂട്ടുകാരനാട്ടോ. അപ്പോൾ അത് ഞാൻ അടുത്ത് വന്നപ്പോഴേ ശ്രദ്ധിച്ചാൽ, ഞാനിപ്പം കുറച്ച് നാളെ ഞങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ലാത്ത പല കൂട്ടുകാരെയും നമുക്ക് ഡെലിവറിക്ക് പോയപ്പോൾ തന്നെ കാണാൻ പറ്റി. അതൊരു സംഭവം തന്നെയാണ്. ഹലോ. ആ ഓക്കെ ബ്രോ, ഓക്കെ ഓക്കെ. താങ്ക് യു ഏട്ടാ. ടാറ്റാ. ലവ് യു. ബസ്സിൽ പോണോ? ടാറ്റാ ബൈ. ക്യാമറ കഴിച്ചപ്പോൾ എന്താ നമ്മളങ്ങനെ ഓർഡർ സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്തു. നമുക്ക് സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടി കേട്ടോ. അടിപൊളി. ബസ്സിൽ പോകണമെന്ന് പുള്ളിക്കാരൻ. ഞാൻ സ്കൂളിൽ പോവാടാ നിനക്ക് ബസ്സിൽ. അതോടുകൂടി നിൻ്റെ ബസ്സിൽ പോക്ക് ആഗ്രഹം തീരും. ഡെലിവറി ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. അപ്പം നമ്മൾ ആ ഫുഡ് അങ്ങനെ സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്ത് 37 കേട്ടോ നമ്മുടെ ഏണിങ്സ് പൊളിച്ച്. ഇപ്പോൾ സമയം എന്താ 3:22 കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സർജും കാര്യങ്ങളൊന്നും കാണത്തില്ല. തിരിച്ചെന്തായാലും നമുക്ക് വന്ന വഴി തന്നെ കൊട്ടാരക്കരയിലോട്ട് വിടാം. 3:30 കറക്റ്റ്. 51. അത് കൊള്ളാം. സർജ് പോയത് കണ്ടോ കറക്റ്റ്. ഓർഡർ ഉണ്ടോ? 10 ഓർഡർ ഉണ്ട്. ഇന്ന് ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ ഉണ്ടായിരുന്നു. ആണോ? എന്നാൽ പിന്നെ അതുകൊണ്ടായിരിക്കും കേട്ടോ. അത് പറ. അതാ ഇറങ്ങിയില്ലെങ്കിൽ അതാ ഇത്ര പെട്ടെന്ന് 10 അതാ മെയിൻ കാര്യം. റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ട ഡെലിവറി ബോയ് ഇല്ലേ, അപ്പോൾ ആ ചേട്ടൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ആഴ്ച ഇറങ്ങിയില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പം പുള്ളിക്ക് ഇത്രയും സമയം കൊണ്ട് തന്നെ 10 ഓർഡർ ആയെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നീട് ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞത്. അതേപോലെ സർജൻ ചിലപ്പോൾ ഇടും. അതൊക്കെ കമ്പനിയുടെ ഒരു ട്രിക്കാണ് കേട്ടോ. കാരണം കമ്പനിക്ക്
ഒരാളെ ഇറക്കുക എന്നുള്ള, ഒരാൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടി എല്ലാവരും ചെയ്യും. അല്ലാണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർ കാര്യമായിട്ട് ഏണിങ്സും വലിയ ഇതൊന്നും തരത്തൊന്നുമില്ല. 235. ഓക്കെ. യോ താങ്ക് യു ബ്രോ. നമ്മുടെ ഓർഡർ ഏണിങ്സ് എന്ന് പറയുന്നത് 52 പൊളിച്ച്. വൈകിട്ടത്തെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ തന്നെ അപ്പം തന്നെ ഓർഡർ അടിക്കണ്ടോ. KFC നമ്മുടെ ആദ്യത്തെ ഓർഡർ അടിച്ചോട്ടോ 30-ൻ്റെ. ഇപ്പോൾ സമയം ഏകദേശം 7:52. അപ്പോൾ നമ്മളൊരു 7:30 കഴിഞ്ഞപ്പോഴാണ് ലോഗിൻ ആയത്. ഇപ്പോൾ ഒരു 6:30 തൊട്ട് ഒരു 7 മണിക്ക് മുന്നേങ്കിൽ ലോഗിൻ ആയാലും നമുക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ലേറ്റായ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം വർക്ക് ചെയ്ത് കഴിയുമ്പം പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ KFCന്ന് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ KFCയിൽ നിന്ന് ലൈറ്റ് ബോർഡും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതുപോലെ ഇപ്പോൾ KFCന്ന് ഫുഡ് വാങ്ങിക്കുന്നവർക്ക് അറിയാമായിരിക്കും, ഇവിടെ പെപ്സിയൊക്കെ പോയിട്ട് തണുപ്പില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻ്റർനാഷണൽ കമ്പനികളുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഇപ്പോൾ അവർ ലൈറ്റ് ബോർഡ് ഇട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവിടെ ഫുള്ള് ഇരുട്ടായിരിക്കും ചില സമയത്ത്, പക്ഷേ കസ്റ്റമേഴ്സ് കാണും. അതാണ് അവരുടെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം അവർക്ക് കറണ്ട് ബില്ല് ഇപ്പോൾ ഏകദേശം നല്ല രീതിക്ക് കൂടിയപ്പോഴാണ് അവർ ഈ ട്രിക്ക് ഉപയോഗിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോമർ തന്നെ ഇവിടെ വെച്ചേക്കുന്നുണ്ടോ. 1144. ഗൂഗിൾ പേ ആണോ? 2 മിക്സാ. എത്ര ഉണ്ട്? 100 ക്യാഷ്. മതി. 31 ഓർഡർ ഏണിങ്സ്. ഡ്യൂട്ടി സ്റ്റോപ്പ്. പൊളിച്ച്. ഭാഗ്യം ഓഫായില്ല കേട്ടോ. 86 രൂപ. അടുത്തൊരു ഓർഡർ അടിച്ച് 10 കിലോമീറ്റർ. അപ്പോൾ ഇത് നമുക്ക് ഇട്ടിട്ട് വേണം പോകാൻ ഈ പൈസ. നടക്കത്തില്ല കേട്ടോ. SB അക്കൗണ്ട്, ATM കാർഡ് ഉണ്ടെങ്കിലേ, അതാണ് സംഭവം. ഇതെന്തായാലും ക്യാഷ് ഓൺ ഡെലിവറി അല്ല. ഇത് പാണ്ടിത്തിട്ട താമരക്കുടി. അത്യാവശ്യം ലോങ് ആട്ടോ. സീൻ പെട്രോൾ തീർന്ന്. 500 മീറ്ററേ ഉള്ളൂ കേട്ടോ. 1/2 കിലോമീറ്ററും കൂടെ ഉള്ളായിരുന്നു ലൊക്കേഷനിലോട്ട്. സീൻ തീർന്ന്. ഇന്ത്യ 1 ATM എത്തിയപ്പം താമരക്കുടി സാധനം കാലിയായി. പെട്രോൾ തീർന്നു കേട്ടോ. നമ്മളിനി എന്തോ ചെയ്യും, ഒരു ഐഡിയ ഇല്ല. പണിയായല്ല. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 450 മീറ്ററും കൂടെ ഉള്ളായിരുന്നു കേട്ടോ കസ്റ്റമർ ലൊക്കേഷനിലോട്ട്. താമരക്കുടി നിൽക്കുക കറക്റ്റ്. ജംഗ്ഷൻ എത്തിയപ്പോഴേ പെട്രോൾ തീർന്നു. അതാ എൻ്റെ ഉണ്ടായിരുന്നു സ്റ്റോക്ക്. താങ്ക് യു. നമ്മൾ ആ ഓർഡർ സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്ത് കേട്ടോ. നല്ല കസ്റ്റമറായിരുന്നു. അപ്പം വേഗം നമുക്ക് ഡെലിവറി മാർക്ക് ചെയ്യാം. പൊളിച്ച് 89 രൂപ കേട്ടോ നമ്മുടെ ഏണിങ്സ്. ഇതിൽ 14 ലോങ് ഡിസ്റ്റൻസും 10 രൂപ സർജ് ബോണസും കൂടെ ചേർത്താണ് കേട്ടോ. KFC 20 രൂപ ഡിപ്പ് കൊണ്ട് 10 രൂപ സർജ്. പൊളിച്ച്. അതിൻ്റെ കൂടെ തന്നെ ഡബിൾ കേട്ടോ. 75 മൾട്ടിയാണ്. 4455 ഒരു ഓർണം കൂടെ ഉണ്ടേ. 0313. 10 കിലോമീറ്റർ. സീൻ. താങ്ക് യു. ഓർഡർ അടിച്ചിട്ടോ പലാറ്റിന്. 23 ഓർഡർ. അൽഫാം ഫുള്ള്. നമ്മളിതാ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലോട്ടിങ് ക്യാഷാണോ? 761.
പറഞ്ഞ ഈ ഓർഡർ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫ്ലോട്ടിങ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. ഈ ഓർഡർ കൂടെ കഴിഞ്ഞിട്ട് മിക്കവാറും നമ്മൾ ഇന്നത്തെ ദിവസത്തെ പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും ബുദ്ധി. ആദ്യം അല്ല 761 761. ആ മതി താണ്ട് ഈ QR കോഡ്. ആ 761. താങ്ക് യു. റോഡ് പന്നലായിരുന്നു കേട്ടോ. ആ അഭിഷേകിൻ്റെ വീട് ആണോ? അഭിഷേക് ഉണ്ടോ? ഒന്ന് വിളിക്കാ. മോളെ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് കേട്ടോ. ഞാൻ ഫോട്ടോ കണ്ട പോലെ. ആ ഞാൻ കണ്ട് ഗുരുവായൂർ പോയ ഫോട്ടോ. ഓർഡർ ഡെലിവറി ചെയ്തേട്ടോ. എൻ്റെ കൂട്ടുകാരൻ്റെ വീടായിരുന്നു. ഞാൻ ഇന്ന് എത്രാമത്തെ കൂട്ടുകാരനെ നോക്ക്. ആൾറെഡി ഇവനെ കാണണം ഞാൻ വിചാരിച്ചിരുന്നേ. ആരാന്ന് മനസ്സിലായേ? ആരാ? എന്താ ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ഗൈസ് അങ്ങനെ ഫൈനലി സമയം ഇപ്പം 12:30 ആയിട്ട്. നമ്മൾ സൂപ്പർ ലേറ്റായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഓർഡർ ഡെലിവറി കൊടുക്കാൻ പോയ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ ലേറ്റായാലും സൂപ്പർ ഹാപ്പി ആയിട്ടോ. നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വീണ്ടും കാണാൻ പറ്റി. ഇന്നിപ്പോൾ 2 കൂട്ടുകാരെ കണ്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 530 കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ മൊത്തത്തിൽ നമ്മളിപ്പോൾ 9 ഓർഡറായി. അതുപോലെ 4.5 മണിക്കൂറാണ് വർക്കിംഗ് ടൈം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻസെൻറ്റീവ് ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടി വീണ്ടും പെട്രോൾ തീർന്നു. അപ്പം ടോട്ടൽ നമ്മൾ ഇന്ന് എത്ര കിലോമീറ്റർ ഓടി, അതേപോലെ നമ്മുടെ മൈലേജും കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അതുപോലെ നമ്മൾ ഈ ലാസ്റ്റ് ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം നമുക്ക് എത്ര രൂപ നമുക്ക് ഏണിങ്സ് കിട്ടിയെന്നുള്ളതെല്ലാം ഞാൻ താഴെ വീട്ടിൽ ചെന്ന് ഫുൾ ആഡ് ചെയ്തിട്ട് കാണിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ സൂപ്പർ ടയർഡായി. അപ്പോൾ ഇന്നത്തെ ദിവസം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പൊളി വീഡിയോ ആയിട്ടാണ്. ബൈ. Dunked on, beat up, bullied and dunked on, bullied and dunked on, yeah, let's get it. We only rock with Mavericks. If you a clone, then step off the canvas. Lest you get beat up, bullied and dunked on. We gon' leave you beat up, bullied and dunked on. We said